അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി റെസിപ്രോക്കൽ താരിഫ് ഡീൽ ഫൈനലൈസ് ചെയ്യുകയും US ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഏറെക്കുറെ ഉറപ്പാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അമേരിക്കൻ ഫ്യൂച്ചറുകളും മാർജിനലി പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.66% ഇടിഞ്ഞ് 25,062 എന്ന ലെവലിലേക്ക് എത്തി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 2,307 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,692 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്ന് ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ACME സോളാർ ഹോൾഡിംഗ്, അവൻഡൽ, ബജാജ് ഫിൻസർവ്, ബാങ്ക് ഓഫ് ബറോഡ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, സിപ്ല, പ്രതാപ് സ്നാക്സ്, GMDC, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ളതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 3,912 കോടിയിൽ നിന്നും 4,765 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 21% വർദ്ധിച്ച് 10,418 കോടിയിൽ നിന്നും 12,610 കോടിയിലേക്ക് എത്തുകയും ഗ്രോസ് NPA 0.96% നിന്നും 1%, നെറ്റ് NPA 0.4% നിന്നും 0.5% ഉയർത്തുകയും ചെയ്തു. RECയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 17% വർദ്ധിച്ച് 4,480 കോടിയിൽ നിന്നും 5,258 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 4% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ 29% വർദ്ധിച്ച് 3,460 കോടിയിൽ നിന്നും 4,466 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. KFin Techൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 15% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 14% ഉയർന്നു. 68 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് പ്രോഫിറ്റും റവന്യൂ 237 കോടിയിൽ നിന്നും 274 കോടിയിലേക്കുമാണ് ഉയർന്നിരിക്കുന്നത്. കമ്പനിയുടെ EBITDA 14% വർദ്ധിച്ച് 99 കോടിയിൽ നിന്നും 113 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ റവന്യൂ 1.6% വർദ്ധിച്ച് 1,024 കോടിയിൽ നിന്നും 1,041 കോടിയിലേക്ക് എത്തി. EBITDA 0.3% വർദ്ധിച്ച് 163 കോടിക്ക് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 0.9% വർദ്ധിച്ച് 117-നും 118-നും ഇടയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ലാറ്റായിരുന്നു. ട്രൈഡൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 89% ഉയർന്നെങ്കിലും റവന്യൂ 2% ഇടിഞ്ഞു. 1,743 നിന്നും 1,707 കോടിയിലേക്കാണ് റവന്യൂ ഇടിഞ്ഞത്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 73 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക് ഉയരുകയും EBITDA 31% വർദ്ധിച്ച് 220 കോടിയിൽ നിന്നും 289 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സംഭവ് സ്റ്റീലിൻ്റെ റവന്യൂ 12% വർദ്ധിച്ച് 495 കോടിയിൽ നിന്നും 589 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 101% വർദ്ധിച്ച് 16 കോടിയിൽ നിന്നും 33 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 9%-ൽ നിന്നും 13%-ആയി മെച്ചപ്പെടുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് റെയിൽടെൽ കോർപ്പറേഷൻ. ഗവൺമെൻറ് ഓഫ് ഒഡീസയുടെ സൈഡിൽ നിന്നും 10 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. MR ഓർഗനൈസേഷൻ എന്ന കമ്പനിയുടെ 13%-ഓളം സ്റ്റേക്കുകൾ എയറോഫ്ലക്സ് എന്ന കമ്പനി 16.7 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ബജാജ് കൺസ്യൂമർ കെയർ എന്ന കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചു. 290 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ 4.69%-ഓളം സ്റ്റേക്കുകളാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത്. ഫേസ്ഡ് മാനറിൽ മാർക്കറ്റ് കപ്ലിംഗ് നടത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നും മാർക്കറ്റ് കപ്ലിങ്ങിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് സുമോ മോട്ടോ ഓർഡർ ഇഷ്യൂ ചെയ്തതിനെ തുടർന്നും IEX എന്ന സ്റ്റോക്ക് ഇന്നും പ്രഷറിലാകാനുള്ള സാധ്യതയുണ്ട്. UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയായ UTI ആൾട്ടർനേറ്റീവ്സിൽ 45 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി സൗദി ഇലക്ട്രിക് കമ്പനി നാഷണൽ ഗ്രിഡുമായി ചേർന്ന് സ്മാർട്ട് ഗ്രിഡ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് നേടിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനി സൗത്ത് കൊറിയ ബേസ്ഡ് കമ്പനിയായ ബുംജിൻ ഇലക്ട്രോണിക്സിൻ്റെ 66%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപാക് ഡ്യൂറബിൾ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും.
ഭൂട്ടാനിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റിൽ ടാറ്റ പവർ എന്ന കമ്പനി 120 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. BEL എന്ന കമ്പനിക്ക് നാവിഗേഷൻ സിസ്റ്റം, ഗൺസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, ആൻറ്റിന അറേ യൂണിറ്റ്സ് തുടങ്ങിയവ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 563 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് BEL എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്